സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയരെ, ഈ വീഡിയോയിൽ 12 വർഷം രോഗബാധിതയായിരുന്ന ആ രക്തസ്രാവക്കാരി യേശു അറിയാതെ എങ്ങനെ സൗഖ്യമായി തീർന്നു എന്ന വിഷയത്തെക്കുറിച്ച് ഒന്ന് വിചിന്തനം ചെയ്യാൻ കർത്താവിൻ്റെ വൻകൃപയാൽ ശരണപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അടിയാത്തിയുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്തവരെയും സബ്സ്ക്രൈബ് ചെയ്തവരെയും നന്ദിയാൽ ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 43-48 വാക്യങ്ങൾ നമുക്ക് വലിയൊരു അത്ഭുത രോഗസൗഖ്യത്തെ കാണിക്കുന്നു. നമ്മുടെ യേശുനാഥൻ അറിയാതെ തന്നെ സൗഖ്യം നേടുന്ന ആ രക്തസ്രാവക്കാരിയെ. പ്രിയപ്പെട്ടവരെ, ഈ രോഗസൗഖ്യത്തിന് പിന്നിൽ ഇത് വിശുദ്ധ വേദപുസ്തകം നമ്മെ അറിയിച്ചത് ഒരു വലിയ മർമ്മം അറിയിക്കുവാൻ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ഉദാഹരണം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരപ്പന് ഒരു മകനുണ്ടായിരുന്നു. കുബേരനായ അപ്പൻ തൻ്റെ മകൻ വളരെ വിശ്വസ്തനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പണവും സ്വർണങ്ങളും നിറഞ്ഞ അലമാരി, നോട്ടുകെട്ടുകൾ അടുക്കി വച്ചിരിക്കുന്ന അലമാരിയുടെ താക്കോൽ ആ മകനെ ഏൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മുമ്പ് താക്കോൽ അപ്പൻ്റെ കൈവശമായിരുന്നപ്പോൾ ഒരു 10 രൂപ വേണമെങ്കിൽ അപ്പനോട് ചോദിക്കണമായിരുന്നു, അല്ലെങ്കിൽ അനാവശ്യ കാര്യത്തിനാണെങ്കിൽ കെഞ്ചിയൊന്ന് കരയണമായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇപ്പോൾ താക്കോൽ അതാ മകൻ്റെ കൈവശം തൻ്റെ സ്നേഹവാനായ അപ്പൻ കൊടുത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇനി മുതൽ 10 രൂപയോ 100 രൂപയോ കോടിക്കണക്കിന് രൂപയോ സ്വർണമോ എന്ത് വേണമെങ്കിലും അലമാരി തുറന്ന് മകന് എടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. പ്രിയരെ, ഇനി അപ്പൻ്റെ അടുത്ത് പോയി ഞാൻ പൈസ എടുക്കുകയാണ് അപ്പ എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം താക്കോൽ അപ്പൻ തൻ്റെ മകനെ ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. തൻ്റെ മകൻ വിശ്വസ്തനാണ്, സ്നേഹനിധിയാണ് എന്ന് അറിഞ്ഞതിനാൽ തന്നെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ രക്തസ്രാവക്കാരിയുടെ ജീവിതത്തിലേക്ക് തിരിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വർഷങ്ങളായി പല വൈദ്യന്മാരാൽ ശുശ്രൂഷ കൈക്കൊണ്ട് തൻ്റെ സമ്പാദ്യമെല്ലാം മുടിഞ്ഞു നിൽക്കുന്ന അവൾ യേശുവിനെപ്പറ്റി, ഒരു അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവത്തെപ്പറ്റി കേൾക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഫൈറോസിൻ്റെ മകളെ സൗഖ്യമാക്കാൻ പോകുന്ന വഴിയിൽ രക്തസ്രാവക്കാരി അതാ ആളുകളുടെ ഇടയിൽ കൂടി ചെന്ന, കാരണം അവൾക്ക് പൊതുജനമധ്യേ നടക്കുവാൻ അനുവാദമില്ലായിരുന്നതിനാൽ തന്നെ യേശുവിൻ്റെ വസ്ത്രാഞ്ചലത്തിൽ ഒന്ന് തൊടുകയാണ്. പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് ആ മകളുടെ രക്തസ്രാവം നിന്ന് അവൾ സൗഖ്യവതിയായി തീരുന്നു. പ്രിയപ്പെട്ടവരെ, തന്നിൽ നിന്നും ശക്തി ചോർന്നത് യേശുനാഥൻ അറിഞ്ഞ്, അല്ലെങ്കിൽ ആരാണ് സൗഖ്യമായത്, ആരാണ് തന്നെ തൊട്ടത് എന്നൊന്നും അറിയാതെ ആരോ സൗഖ്യമായെന്ന് തിരിച്ചറിഞ്ഞ യേശുനാഥൻ ചോദിക്കുകയാണ്, എന്നെ ആരാണ് തൊട്ടത് എന്ന്, എന്നിൽ നിന്നും ശക്തി ചോർന്നത് ഞാൻ അറിയുന്നു എന്ന. പ്രിയപ്പെട്ടവരെ, അവൾ അതാ മുന്നോട്ട് വന്ന
തൊട്ട താനാണ് തൊട്ടതെന്ന് ഭയപ്പാടോടെ പറയുകയാണ്. എന്നാൽ യേശു അവളെ ആശ്വസിപ്പിക്കുന്നു. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക എന്ന. പ്രിയരെ, ഈ സംഭവം ഇവിടെ യേശുനാഥൻ വരച്ചു കാണിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, സർവ്വജനതയ്ക്കും വിശ്വാസത്താൽ അവിടുത്തെ തൊട്ട് സൗഖ്യം നേടാം എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണ്. വിശ്വാസം എന്ന താക്കോൽ നമുക്ക് ലഭിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ, വിശ്വാസം എന്ന താക്കോൽ, ആ സ്വർഗരാജ്യത്തിൻ്റെ ആ താക്കോൽ തന്നെ സ്വർഗരാജ്യത്തിലെ നന്മകളെല്ലാം നമുക്ക് എടുത്ത് അനുഭവിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയാ, സ്തോത്രം 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 സ്തോത്രം. യേശുനാഥൻ അറിഞ്ഞില്ല തന്നെ തൊട്ടത് നിരീശ്വരവാദിയോ യുക്തിവാദിയോ ആരാണെന്ന് അറിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, തന്നെ വിശ്വസിക്കുന്ന മകളോ എന്നൊന്നും യേശുനാഥൻ അറിഞ്ഞില്ല. എന്നാൽ അവൾക്ക് തൻ്റെ രോഗത്തിൽ നിന്നും സൗഖ്യമാകണമെന്ന, യേശു സൗഖ്യമാക്കുമെന്ന ഒരു വിശ്വാസമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആയതിനാൽ തന്നെ ആ മകൾ യേശുവിനെ തൊട്ട് സൗഖ്യം നേടി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക്, ഈ ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക്, യേശുവിലുള്ള വിശ്വാസത്താൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വർഗീയ സൗഭാഗ്യം പ്രാപിക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അന്ത്യത്തിൽ ആ വിശ്വാസത്താൽ തന്നെ നിത്യാനന്ദകരമായ സ്വർഗീയ ജീവിതവും പ്രാപിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, തിരുവചനത്തിൽ എഴുതിയ ഓരോ വചനവും നമുക്ക് വിശ്വസിക്കാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ആ വചനത്തിന് ഉപ്പ് എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, അനേകർ യേശുവിൽ നിറഞ്ഞ വിശ്വസിച്ച നിത്യാനന്ദ നിർവൃത്തിയിൽ ഈ ഭൂമിയിൽ രോഗസൗഖ്യം നേടി, ഹൃദയ സമാധാനം നേടി ജീവിക്കുന്ന കാഴ്ച തന്നെ അതിന് തെളിവ്. പ്രിയപ്പെട്ടവരെ, നമുക്കേവർക്കും ഈ ലോക ജീവിതത്തിന് ശേഷം ഒരു നിത്യാനന്ദ ജീവിതത്തിന് ഒരുങ്ങി അതിനുവേണ്ടി ഇപ്പോൾ തന്നെ അവിടുത്തെ യേശുനാഥൻ്റെ, സ്വർഗനാഥൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കായി യാചിക്കാം. ആ കൃപയിൽ നിറയാം. പ്രിയപ്പെട്ടവരെ, പരന്താവനേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും